മോർണിംഗ്, വെൽക്കം ഫാമിലി ട്രാവൽ ട്രെയിൽസ്. ഇന്ന് അങ്ങനെ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ 7 മണിയായി. സൂര്യൻ അങ്ങതാ നല്ലൊരു മോർണിംഗ് ആണ്. ഞാൻ ഇന്നലെ ഒരു പണി കിട്ടിയത് കൊണ്ട് പക്ഷെ ഇതൊക്കെ കൊണ്ടാണ് നടക്കണത്. ഇൻഹേലറും നെബുലൈസറുണ്ട്, അത് ഉപയോഗിച്ചില്ല, കാറിൽ വെച്ചു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മനുഷ്യൻ നല്ലൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ടൈം ആള് എൻ്റെ ഇന്നലെ ഡിന്നറിന് ചെന്നപ്പോൾ എന്നെ ചുമക്കണുണ്ടായപ്പോൾ മോർണിംഗ് നമ്മൾ ചോദിക്കാതെ തന്നെ ലെമൺ ടീയും ചൂടുവെള്ളം കൊണ്ട് തന്നു. അതൊക്കെ നമ്മൾ ഫ്ലാസ്കിലാക്കി. അപ്പോൾ നമ്മൾ ഡിസ്കിറ്റിലെ ലാസ്റ്റ് ടൈം ഹോം സ്റ്റേ ഇറങ്ങാണ്. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. നമുക്ക് നല്ല ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഇതാ നമ്മുടെ റൂമിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കോച്ചനെ കാറ്റടിക്കണമായിരുന്നു, നമ്മളങ്ങനെ പുറത്തൊന്നും ഇരിക്കാൻ നിന്നില്ല. സോ എവറിഥിങ് പാക്ഡ് ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് അവർ ജേർണി ടുഡേ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമുക്കിന്നൊരു 160 കിലോമീറ്റർ 4 മണിക്കൂറാണ് കാണിക്കുന്നത്. അത്രയും സഞ്ചരിച്ച് നമുക്കിന്ന് എത്തേണ്ടത് ലഡാക്കിലെ ഏറ്റവും വലിയ സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ദ ഹൈലൈറ്റ് ഓഫ് ലഡാക്ക് മേ ബി പാങ്കോങ് ലേക്ക്. പാങ്കോങ് സോ ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ ആയിട്ടുള്ള തടാകമാണ് ഇന്ത്യ ചൈന ബോർഡറിൽ. അപ്പോൾ നമ്മളിപ്പോൾ നുബ്ര വാലിയിലെ ആ സാൻഡ് ഡ്യൂൺസിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ഖൽസാർ വരെ ഇതേ റോഡ്, അവിടെ നമ്മൾ തിരിഞ്ഞു പോകും. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടു. ഐ ലവ് ബ്രോ ഓൾവേസ്. ഐ ലവ് ഷ്യോഗ് വാലി. പുതിയൊരു വ്യൂ പോയിന്റ് ആണ്, ജസ്റ്റ് ന്യൂലി ബിൽറ്റ്. അപ്പോൾ ഒരു രസമായിട്ട് ഹിമാങ്ക് വ്യൂ പോയിന്റ്, അവിടെ നിന്ന് ഷ്യോഗ് വാലിയിലേക്ക് നോക്കാം, മഞ്ഞുമലകൾ കാണാം, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പേസ്. BRO റോഡുകളും പാലങ്ങളും മാത്രമല്ല പണിയണത്, എപ്പോഴും മനുഷ്യർക്ക് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെയുള്ള സ്പേസുകളും കൂടി BR ഉണ്ടാക്കാറുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആൻഡ് സെറ്റിംഗ് സ്പേസ്, ഒരു ഈവനിങ് ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് ഐ ലവ് ഷ്യോഗ് വാലി. നൈസ്. അതാണ് പണിയണ പാലം, നല്ല വഴി. പക്ഷെ ഇപ്പോൾ നമ്മൾ വഴി തിരിച്ച് ഇതിലൂടെ വിട്ടു. ഇങ്ങനെ ഒരുപാടുണ്ടാവും എന്തായാലും. വഴി മോശമാണെന്ന് പറഞ്ഞത്. 2-3 സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ട്, അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഴിയിലോടത്ത് മാത്രം പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല വഴിയാണ്, നല്ല വഴിയാണ്. ഫോളിംഗ് സ്റ്റോൺസ് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. അതെ, ഈ മലയെന്നൊക്കെ വീണില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇന്ന് നമുക്ക് 5:30 എന്റതാ. എനിക്ക് പിന്നെ 1.5 മണിക്കൂറിൽ ബ്രേക്ക്. അന്ന് നമ്മൾ കുറേ നാൾ കൂടിയിട്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്നേഹമുള്ള കെയർടേക്കറായിരുന്നു പുള്ളി. നമ്മൾ നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ കെയർ ടേക്കർ. യെസ്, ഹി ഈസ് റിയലി ടേക്കിംഗ് കെയർ ഓഫ് us. അപ്പോൾ പുള്ളി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നു. കാരണം അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിക്കാണ്ടല്ലേ. കഴിച്ചാൽ ബ്രെഡ് ടോസ്റ്റ് നല്ല മുട്ട പുഴുങ്ങിയതുണ്ട്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ടോസ്റ്റും എന്താ ഉള്ളത്? ടോസ്റ്റ് ബട്ടർ. അപ്പൊ അതുമ്മ കുറച്ച് പീനട്ട് ബട്ടർ കൂടി തേച്ചിട്ടുണ്ടെങ്കിലോ സാറേ പൊളി കഴിക്കും. ഇതാണ് നമ്മുടെ വഴി. നോക്കൂ, ഓ കൺകുളിർ കേക്കാണോ? അയ്യോ, എത്ര ദൂരം ഉണ്ടാവുമോ ദൈവമേ, കുറേ പോണേ. ഇത് പറയണ്ടത് ചെറുട്ടിക്ക് എത്തണവരുണ്ട്. നല്ല ഇളകിയ ജോയിൻ്റൊക്കെ ഇതിൽ സെറ്റാവും. പുഴയാണ് പോണത്. ഈ വെള്ളമില്ലാത്ത സമയത്ത് മറ്റേ പണിയാൻ വേണ്ടി ഇവിടെ റോഡ് ഇട്ടാക്കുന്നത്. ഷ്യോഗ് റിവറിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. അത് ഷ്യോഗിന്റെ ട്രിബ്യൂട്ടറി ആവും. പാലം കടന്ന ഒരു മതിൽ മോട്ടണ പോലെയാണ് വഴി, അതിൻ്റെ ചേരയാണ്. ഇതൊക്കെ ഇപ്പോഴെ പൊളിഞ്ഞു കേട്ടോ. കൂടെ വീണാ നമ്മളിരിക്കും. ഇതന്നെയല്ലേ വഴി? ഇതന്നെ വഴി. നല്ല വഴി ഉണ്ടായിരുന്നെങ്കിലോ. റോഡുള്ള റോഡാ, മാപ്പിലുള്ള റോഡാ. റോഡിൻ്റെ അവസ്ഥ വളരെ ഭീകരമാണ്. ശരിക്കും റോഡില്ല. ഇത് എനിക്ക് തോന്നുന്നത് പുതിയ റോഡിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഷ്യോഗ് നദി ഈ സീസണിൽ ഇങ്ങനെ വറ്റി കിടക്കണ കാരണം അതിൻ്റെ അടിത്തട്ടിലെ ഈ ഉരുളങ്കല്ലുകളാണ് കാണുന്നത്. അപ്പോൾ ഈ നദിയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോണത്. എത്ര ദൂരം ഇങ്ങനെ അടി തട്ടി 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 പോകേണ്ടി വരും എന്നറിയില്ല. തലയ്ക്കുള്ള അസുഖമുണ്ട്.
കേരളത്തിൽ നിന്ന് ഓടിച്ച് ഇത്ര നല്ല വഴി കൂടെ വരാൻ. അവിടെയൊക്കെ ഞങ്ങൾക്ക് നല്ല റോഡുകൾ മാത്രമല്ലേ, അത് കാരണം ഒരു പൂതി ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഓടിക്കുക. എങ്ങനെയുണ്ട് കൊള്ളാം. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല, ഇത് ഐസ്ബർഗിന്റെ തുടക്കം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തണുത്തോണ്ടല്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. നെഞ്ചത്തോട്ട് വെയിലടിക്കുമ്പോ ഓട്ടയാവുന്നുണ്ട്. അങ്ങനെ ആ ഡൈവേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റോഡിലേക്ക്, പ്രോപ്പർ റോഡിലേക്ക് കയറി. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഈ റോഡിൽ നിന്ന് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ്. അത്യാവശ്യം വീതിയും ഉണ്ട്, നല്ല മിനുസും ഉണ്ട്, വരയും വരച്ചിട്ടുണ്ട്. ബിആർ നല്ല പണിയെടുക്കുന്നുണ്ട്. ഹലോ ബ്രോ, ശരിക്കും ദൂരം പണിയെടുക്കണവര്. ഈ മലകൾ തുറന്ന് ഇതാ ഒരു ടണലുണ്ടാക്കിയിട്ടുണ്ട്. പേരൊന്നും ആയിട്ടില്ല, മേ ബി പണി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ജസ്റ്റ് ഫ്രഷ്ലി മെയ്ഡ് ടണൽ. ചെറുതാണ്, ചെറിയ ടണൽ. ആ ടണലിന് അപ്പുറത്തൊരു പാലം കാണുന്നുണ്ട്. എല്ലാം പുതിയതാണ്. അതവര് പണിയുടെ തിരക്കിൽ അങ്ങനെ അറിയാണ്ടിരുന്നതല്ലേ. പാവം ബിയാറോ. പോട്ടെ. റോഡ് നന്നായി കണ്ടപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇന്നലെ നമ്മൾ താമസിച്ചത് നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത ഒരു പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ് പഴമൊക്കെ. പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉരുളൻ കല്ലുകൾ പിടിപിടാന്ന് വീഴുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നന്നായി കെട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. പഴം കഴിയാൻ സമയം കിട്ടുന്നതിന് മുമ്പ് റോഡ് പിന്നെയും പോയി. ഇത്തിരി പണിയാണ്. ആ 1-2 സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതായിരിക്കും. ആകെ മൊത്തം റോഡിലേക്ക് ഇങ്ങനെ പാറക്കല്ലുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ചീളായിട്ട് കിടക്കണേ. പഴം പോലെ വണ്ടി വഴി പിന്നെയും അങ്ങനെയൊക്കെയായി. ഇതൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ്. അപ്പോൾ റോഡ് അടിയിലുണ്ട്. പക്ഷെ നമ്മൾ മേടം പോകും. അത് മേടം നോക്കിയാൽ പോയില്ലേ വേണ്ട. അയ്യോ അയ്യോ അമ്മേ, അതിൽ കിടക്കില്ലടാ. നീ പഴം മാറ്റി വെച്ചേ. അയ്യോ 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 അമ്മേ, സൈഡിൽ ഉറപ്പുണ്ടാവില്ല കേട്ടാ. ഓ, ഇതൊരു ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഡ്രൈവാട്ടാ. ഞാൻ എടുക്കണം. രണ്ടാം മുണ്ടൊക്കെ ഇട്ട് രണ്ടും കൽപ്പിച്ചാണ് വണ്ടി ഓടിക്കണേ. ഇങ്ങനത്തെ വേണ്ട. ഇങ്ങനത്തെ വഴി ഇനി വേണ്ട. മറ്റേ ഹൈവേ എടുത്തൂടെ?
റോഡ് കണ്ടീഷൻ ഏറ്റവും നല്ല സമയമാണ് അത്ര ഇത്. കുറച്ചും കൂടി മഴയുള്ള സമയമാണെങ്കിൽ പുഴ നിറഞ്ഞ് ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് തള്ളി കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ വാട്ടർ ക്രോസിങ്സ് വേണ്ടി വരും. അതുപോലെ ഈ ഷ്യോക്ക് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഈ വഴി എന്ന് പറയുന്നത് മിക്കവാറും പുഴയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പോകണം. ഇതാണ് ഇതിൻ്റെ ഒരു രസം. ഹുണ്ടറിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ഇതൊക്കെ തന്നെയാണ്. ഇതിന് വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നീട് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, ലഡാക്കിൻ്റെ ഒരു ഫീല് കിട്ടിയത്. നമുക്ക് ദിസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് പാങ്കോങ് തടാകത്തിലെത്താനായിട്ട് 160 കിലോമീറ്റർ 4 hours മാപ്പ് കാണിച്ചത്. ഇപ്പോൾ 8:56 നമ്മളൊരു 6:45 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. 2 hours എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ദുർബുക്ക് എന്ന് പറയുന്ന ഒരു ടൗൺ എത്തണ വരെ ഇങ്ങനെ തന്നെയാണ് വഴിയെന്നാണ് അന്ന് ഹോട്ടലിൽ നിന്ന് പറഞ്ഞിരുന്നത്. ദുർബുക്കിലേക്ക് ഒരു 110 കിലോമീറ്റർ 3 hours ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഷ്യൂക്ക് നദിയുടെ ഒരു വാട്ടർ ബെഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അത് 2 ലോറികൾ മുന്നിലും ഉണ്ട്. BROൻ്റെ വണ്ടികളാവും. അവരുടെ പിന്നാലെ പോവാണ് വഴി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം. വിചാരിച്ച പോലെ തന്നെ BRO തന്നെയാണ്. അവർ ഇവിടെ ഇറങ്ങി ഇവിടെയൊക്കെ സെറ്റാവുന്നുണ്ട്. എന്തോ ജോലി തുടങ്ങാൻ പോവാണ്. കുറച്ചും കൂടി ഒരു ഡ്രൈവബിളായിട്ടുള്ളൊരു രീതി ആക്കുമായിരിക്കും. കുറച്ച് പ്രോപ്പർ ടാർഡല്ലെങ്കിലും കുറച്ചും കൂടി നന്നാക്കുമായിരിക്കും. ഈ ഉരുളങ്കല്ലൊക്കെ പരമാവധി പൊട്ടിച്ച് ഇങ്ങനെ ഒരു ചരൽ റോഡ് പോലെ ആക്കുമായിരിക്കും. അങ്ങനെ ആക്കിയിരിക്കുന്നതാവും ഇതൊക്കെ. ദുർബുക്ക് വരെ വഴി മോശമാണെന്നാണ് ഹോട്ടലിൽ പറഞ്ഞത്. അതിനുശേഷം ശീലായിക്കോളും എന്ന് പറഞ്ഞു. പുറത്ത് 12 ഡിഗ്രിയാണ് കാണിക്കണേ. വിൻഡോ തുറന്നാൽ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ വെയില് ഏതാണ്ട് 12 ഡിഗ്രി ആണെങ്കിൽ ഒരു 40 ഡിഗ്രിയുടെ വെയിലാണ് അടിക്കുമ്പോൾ കുത്തി തുളയ്ക്കാണ് മുഖമൊക്കെ. പ്രത്യേക കാലാവസ്ഥയാണ്. അങ്ങനെ ഒരു 3 മണിക്കൂറോളമായി ദുർബുക്ക് എത്തി. അതൊരു സമാധാനം. ഒരു നല്ല റോഡും കുറച്ച് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളും. ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അധികവും പട്ടാള ക്യാമ്പൊക്കെയാണ് ഉള്ളത്. എന്നാലും മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ ദുർബുക്ക് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ 12 പുറത്ത്. ഒരു
ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ദുർബുക്ക്. ഇവിടെയാണ് ഇത്രയും നേരം ഓടിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 110 കിലോമീറ്റർ. അതെ, മനുഷ്യര്, പശു, വീടുകള്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇവിടെ നിന്ന് രാത്രി താമസിച്ച് ബൈക്കേഴ്സിൻ്റെ ഒക്കെ ഒരു പോയിന്റ് ആകും. ഈ ടെറൈനിൽ കൂടെ കുറേ ഓടിക്കുമ്പോൾ ഒരു പരുവാവില്ല. നോക്കിന്ന് ചോരോന്ന് തുടങ്ങിയ ഡ്രൈ അല്ലേ? കഴിഞ്ഞു, ദുർബുക്ക് കഴിഞ്ഞു. പിന്നെയും നമ്മൾ മുന്നോട്ട് വിജന വിശാലതയിലേക്ക് അങ്ങനെ പോവാണ്. ഇനി മാപ്പിൽ നമുക്ക് ഇനി 40 കിലോമീറ്റർ ആണ്. അതിനൊരു 1 മണിക്കൂറിൻ്റെ അടിയിൽ എടുക്കുള്ളൂ, 50 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം നല്ല വഴിയാണെന്ന് അർത്ഥം. അതെ, മാത്രല്ല ലഡാക്കിൽ ഇത്രയും യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു സ്പീഡ് ക്യാമറ കണ്ടു ദുർബുക്ക് എത്തുന്നതിന് മുന്നേ. അവിടെ മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു. 45 അടുത്തത് കാണുന്നു. ക്യാമറ അല്ലാതെ സർവീലൻസ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഫൈൻ വരില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹമാണോ? അതെ, യാത്രികരുടെ ഇരിക്കട്ടെ. അങ്ങനെ ദുർബുക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ വഴി നല്ലതായിരുന്നു. നമ്മളിതാ എത്തി തുടങ്ങി. പാങ്കോങ് ലേക്ക് മലകൾക്കിടയിൽ ഇങ്ങനെ കിടക്കുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെയിലൻഡ് പോലെയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു ബെഡ്. ലേക്ക് ശരിക്കും ഒന്ന് വലിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സലിനിറ്റി, ഇതാ മുപ്പ് പോലെ ഇങ്ങനെ സെഡിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സലൈൻ ലേക്കാണ്. ഈ മലകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഉപ്പ് ഇതാ കണ്ടു തുടങ്ങി അറ്റം. ഓഫ് വാട്ട് ബ്ലൂ, ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള ഒരു ലേക്ക്. എൻ്റെ തുമ്പാണിത് നമ്മളിതാ കാണാൻ പോകുന്നത്. അപ്പുറം മല, മഞ്ഞ്, അതിനുള്ളിൽ ലേക്ക്. ഇപ്പം തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയി തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പാങ്കോങ് ലേക്കിലെത്തി. ഈ തടാകത്തിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ക്ലിയർ ആൻഡ് ബ്ലൂ, ഒരു പ്രത്യേകതയാണ്. ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ, ഗ്രീൻ. അതിങ്ങനെ ഡേ ടൈമിൽ സൺലൈറ്റിനനുസരിച്ച് ഇതിൻ്റെ കളർ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു അമേസിങ് ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ് കേട്ടോ പാങ്കോങ് ലേക്ക് എന്ന് പറയുന്നത്. വേറൊരു കാര്യം, ഇത് 14,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചുറ്റും ഇങ്ങനെ മൗണ്ടൻസ് ആയിട്ട് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള തടാകമാണ്. ഈ ഒരു ഹൈറ്റ് കാരണം തന്നെ, ഓൾട്ടിറ്റ്യൂഡ് കാരണം തന്നെ നമുക്കിങ്ങനെ ശ്വാസത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് ഗ്രീൻ. നമുക്കത് അറ്റത്തൊക്കെ കാണുന്ന ബ്ലൂ വേറൊരു ഡാർക്ക് ബ്ലൂ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഈ ഇന്ത്യ ചൈന ബോർഡറിൽ കിടക്കുന്ന പാങ്കോങ് ലേക്കിൻ്റെ ഒരു 40% ഇന്ത്യയിലാണ്, 50% ചൈനയിലാണ്. ബാക്കി ഒരു 10% ബഫർ സോൺ പോലെ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ നടുവിലാണ് നമ്മുടെ ബോർഡർ. ഇത് ഒരു 134 കിലോമീറ്റർ നീളമുള്ള വമ്പൻ ഒരു ലേക്കാണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏറ്റവും വീതിയുള്ളിടത്ത് 5 കിലോമീറ്ററാണ്. മൊത്തത്തിലൊരു 700 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ശ്വാസം കിട്ടാൻ നല്ല ബുദ്ധിമുട്ട്. മമ്മയ്ക്ക് ശ്വാസം കിട്ടണില്ലേ, ഓക്സിജൻ വലിക്കുന്നുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡിന് പ്രശ്നമാവും. പിന്നെ അമ്മയ്ക്ക് ചെസ്റ്റ് കൺജഷൻ ഉണ്ട്. അപ്പോൾ ഇന്നലെ സാൻഡ് ഡ്യൂൺസിൽ പോയപ്പോൾ പൊടിയൊക്കെ അടിച്ച് അത് കൂടിയുണ്ടാവും. ഹാർട്ട് റേറ്റ് ഇത് 134. ഇത് കുറച്ച് അധികമാണല്ലോ, പ്രശ്നമാവോ? ശരിയാവില്ലേ? കോച്ചണ തണുപ്പാ. ചേട്ടൻ വാച്ചുകൊണ്ട് അതിന് ടെമ്പറേച്ചർ അളക്കാൻ നോക്കുക. നടക്കോ ചേട്ടാ വല്ലതും? ടെമ്പറേച്ചർ കിട്ടിയാ? ചൈനയിൽ ഇന്ത്യയിലും കൂടി ഒഴുകുന്ന രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന
മൂക്കിന്ന് കുറച്ച് വെള്ളം വീട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചു. കുറച്ച് മുക്കി നിറക്കുന്ന എളുപ്പമല്ലേ, കൈ ഐസാവും, നല്ല മൈനസാന്ന് കൊണ്ടുവരണം. പക്ഷെ കുപ്പികൾ ഫ്രീസാണ് പോയി വിറയ്ക്കണേ തണുത്തിട്ട്. ഞാൻ വേഗം ചാടി തിരിച്ച് കയറിയിരുന്നു. നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടിയില്ല, അപ്പോൾ ഹാർട്ട് റേറ്റ് നന്നായി കൂടി, ഓക്സിജൻ ലെവൽ കുറഞ്ഞു. സൈഡിൽ കൂടെ അല്ലേ നമ്മളിവിടെ ഇറങ്ങില്ലേ? ഇനി ഇറങ്ങും സൈഡില് അറ്റത്ത് ഇറങ്ങാം. ബ്ലൂ വെള്ളല്ലേ. നൂറ്റി 134 കിലോമീറ്റർ അല്ലേ നീളം, കുറേ ഉണ്ടാവില്ലേ? അപ്പം എന്താ തീരുമാനം? നിനക്കെന്താ വേറെ ഐഡിയ? ഇവിടെ നിൽക്കണം ഞാനല്ലോ ഉണ്ട്. ഈ പാങ്കോങ് ലേക്കിൻ്റെ ഭംഗി കണ്ട് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ചായ കുടിച്ചിരുന്നു. ഈ ഓക്സിമീറ്ററിൽ, സ്മാർട്ട് വാച്ചിലെ ഓക്സിമീറ്ററിൽ 65 ആണ് കാണിക്കുന്നത്. അതിൻ്റെ നല്ലൊരു ഭയങ്കര തലവേദനയുണ്ട്. ഓക്സിജൻ വലിക്കുമ്പോൾ ഒന്ന് ഭേദമുണ്ട്, എന്നാലും ഒരു എന്താ ചെയ്യാന്നൊരു കൺഫ്യൂഷൻ തോന്നുക. ഹാൻഡിലേക്ക് പോകണം, നമ്മുടെ ഹുംലിംഗ്ല പാസിൽ കൂടെ മോട്ടറബിൾ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യണം, ഇതൊക്കെ വേണ്ടതാണ്. സോ see you on the roads. Thank you from FTT Family Travel Trails.